Good morning, students. Next we have the index of a closed curve. The last class we saw maximum modulus theorem. After that we come to the index of a closed curve. Index of a closed curve. So come to the proposition. If gamma from closed interval 0, 1 to C is a closed rectangle, is a closed rectifiable curve, and A does not belongs to set gamma, then 1 by 2 pi I integral over gamma dz divided by z minus a is an integer. So the theorem says that gamma is from closed interval 0, 1 to C is a closed rectifiable curve. അപ്പോൾ ഇതൊരു curve ആണ്. 0 തൊട്ട് 1 വരെയുള്ള പോയിന്റ്സുകളുടെ ഇമേജസ് ആയിരിക്കും അതിന്റെ പോയിന്റ്സ് ആയിട്ട് വരിക. This is maybe gamma of t. This is a closed rectifiable curve and A does not belongs to gamma. A എന്ന് പറയുന്നത് gamma ഈ curveലുള്ള points അല്ല. ഒന്നെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ആകാമേ അല്ലെങ്കിൽ അതിന് പുറത്തായിരിക്കും. Then 1 by 2 pi I integral over gamma dz divided by z minus a is an integer. അപ്പോൾ ഈ ടേം ഒരു integer ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. So come to the proof. Assume that gamma from closed interval 0, 1 to C is a closed rectifiable curve. Closed rectifiable curve means rectifiable curve means length finite curve. Also assume that gamma is smooth. Here we define G from closed interval 0, 1 to C by G of t equals integral 0 to t gamma dash of s divided by gamma of s minus a ds. So we have we defined a function. So we defined a function g of t equals, again I will write g of t equals integral 0 to t gamma dash of s divided by gamma of s minus a ds. Okay, here g of 0 equals 0 തൊട്ട് 0 വരെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിരിക്കും വരിക. അപ്പോൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. So this will be equal to 0 and what is the g of 1? G of 1 equals t യുടെ സ്ഥാനത്ത് 1 കൊടുക്കുക. അപ്പോൾ 0 to 1 വരെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഗാമ ഡാഷ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ ഗാമ ഓഫ് എസ്, this is gamma of s minus a ds. Okay, ഇതിനെ നമുക്ക് ഗാമ ഇന്റഗ്രൽ 0 to 1 വരെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് 0 to t എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാമ എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെ തൊട്ട് എവിടെ വരെയാ? ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 to c. അപ്പൊ ഇത് നമുക്ക് ഓവർ ഗാമ എന്ന് മാറ്റി എഴുതാം. ഈ ഇന്റഗ്രൽ നമുക്ക് ഓവർ ഗാമ എന്ന് മാറ്റി എഴുതുമ്പോൾ ഈ ആർ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഗാമ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇമേജ് സിയിലുള്ള
ഏതോ ഒരു ഇമേജ് ആണ് നമുക്ക് വരിക, സിയിലുള്ള ഏതോ ഒരു വാല്യൂ. ഗാമ ഓഫ് സം ടി ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 വന്ന ഇമേജ് എവിടെ കിട്ടും? സിയിലുള്ള പോയിന്റ്സ് നമുക്ക് കിട്ടും. സോ വി ക്യാൻ റീറൈറ്റ് ദിസ് ആസ് ഇന്റഗ്രൽ ഓവർ, ഈ ലിമിറ്റ് മാറ്റി ഗാമ എന്ന് നമ്മൾ എഴുതുമ്പോൾ ഇന്റഗ്രൽ ഓവർ ഗാമ ആർ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ സം എന്ത് വരും? ഇസഡ് എന്ന് വരും. ഇസഡ് മൈനസ് എ ഇൻറ്റു ഗാമ ഡാഷ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ഗാമ ഡാഷ് എന്ന് പറഞ്ഞാൽ ഡി ഇസഡ് വരും. ഓക്കെ, ഗാമയിലേക്ക് നമ്മൾ മാറ്റി എഴുതുമ്പോൾ ഡി ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് എ എന്ന് വരും. സോ വി നീഡ് ടു പ്രൂവ് ദാറ്റ് we need to prove that g of 1 is an integral multiple of 2 pi I. കാരണം g of 1 എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടിയത്? ഇന്റഗ്രൽ ഓവർ ഗാമ ഡി ഇസഡ് ബൈ ഇസഡ് മൈനസ് എ ആണ് കിട്ടിയത്. നമുക്ക് ശരിക്കും പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഇന്റഗ്രൽ 1/2 pi I ഇന്റഗ്രൽ ഓവർ ഗാമ ഡി ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് എ ഇസ് ആൻ ഇന്റീജർ. അപ്പൊ ഇത്രയും ഭാഗം മാത്രം ഒരു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2 pi I എന്ന് പറഞ്ഞാൽ ഇതിനെ എങ്ങനെ നമുക്ക് എഴുതാം? 2 pi I ഇൻറ്റു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2 pi I, ദാറ്റ് ഈസ് സം കെ. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇന്റീജർ ആയിരിക്കും, ഇൻറ്റു 2 pi I എന്ന് വരും. 2 pi I 2 pi I ക്യാൻസൽ ആയി പോയിട്ട് ബാക്കി ഇന്റഗ്രലിന്റെ വാല്യൂ എന്ത് കിട്ടും? സം ഇന്റീജർ കെ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ടോട്ടൽ ഇന്റഗ്രൽ ഈസ് ആൻ ഇന്റീജർ വാല്യൂ ആയിരിക്കും എന്നാണ് ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത ഇന്റീജർ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ഇനി എന്ത് പ്രൂവ് ചെയ്താൽ മതി? g of 1 എന്ന് പറയുന്നത് ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2 pi I എന്ന് നമുക്ക് പ്രൂവ് ചെയ്തെടുത്താൽ മതി. സോ here g dash of t എന്ന് പറഞ്ഞാൽ എന്ത് വരും? g of t എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ആണ്. അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് മാറും? ഇന്റഗ്രൽ മാറിപ്പോകും. സോ വി വിൽ ഗെറ്റ് ദിസ് ആസ് ഗാമ ഡാഷ് ഓഫ് t ഡിവൈഡഡ് ബൈ ഗാമ ഓഫ് t മൈനസ് a, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. Now consider, നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുവാണ്. കൺസിഡർ d by dt of e raised to minus g of t into gamma of t minus a. ഇതിന്റെ ഡെറിവേറ്റീവ് ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ ഇത് ഫസ്റ്റ് ടേം ആയിട്ടും ഇത് സെക്കൻഡ്, രണ്ടിനകത്തും ടിയുടെ ടേം ഉണ്ട്. സോ ഇത് ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമുമായിട്ട് കൺസിഡർ ചെയ്ത് മൾട്ടിപ്ലിക്കേഷൻ റൂൾ അപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. സോ വി വിൽ റൈറ്റ് ദിസ് ആസ് e raised to first term e raised to minus gt into derivative of the second term. ഇതിന്റെ സെക്കൻഡ് ടേമിന്റെ ഡെറിവേറ്റീവ് എന്താ വരുന്നത്? ഗാമ ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് ഗാമ ഡാഷ് ഓഫ് ടി ആൻഡ് a is a constant, so it will become 0. So into gamma dash of t first into derivative of second plus now second term gamma of t minus a second into derivative of the first term e raised to something in the integral വരുന്ന എന്ത് വരും? e raised to something. ഇപ്പൊ e raised to minus g of t എന്ന് വരും into g of t minus g of t യുടെ ഡെറിവേറ്റീവ് വരും. അപ്പം മൈനസ് g dash of it. So this can be written as gamma of it. Okay, this equals e raised to minus g of t into gamma dash of t minus gamma of t minus a gamma of t minus a into e raised to minus g of t, ഈ മൈനസ് ഞാൻ ഇവിടെ ഇട്ടേക്കുന്നത്, ഇൻറ്റു g dash of t. g dash of t എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു ടേം എഴുതി വെച്ചിട്ടില്ലേ? അപ്പൊ അതിന് പകരം നമ്മൾ g dash of t എന്ന് പറയുന്നത് എങ്ങനെ എഴുതും? ഗാമ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ഗാമ ഓഫ് ടി മൈനസ് എ. ഓക്കെ,
സോ ഇത് ഇൻറ്റു ഇത് തന്നെ. അപ്പൊ ഇതിനകത്ത് ഗാമ ഓഫ് ടി മൈനസ് എയും ഇതും ക്യാൻസൽ ആയി പോകും. ബാക്കി നമുക്ക് എന്ത് കിട്ടും? ദിസ് ഈക്വൽസ് ഇ റൈസ് ടു മൈനസ് ജി ഓഫ് ടി ഇൻറ്റു ഗാമ ഡാഷ് ഓഫ് ടി മൈനസ് ഇ റൈസ് ടു മൈനസ് ജി ഓഫ് ടി ഇൻറ്റു ഗാമ ഡാഷ് ഓഫ് ടി. രണ്ടും ഈക്വൽ ടേംസ് അല്ലേ? സോ ദിസ് ഈക്വൽസ് 0. For 0 less than or equal to t less than or equal to 1. Now ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? നമ്മൾ എടുത്ത ടേമിന്റെ ഡെറിവേറ്റീവ്, ഒരു പർട്ടിക്കുലർ ടേമിന്റെ ഇ റൈസ് ടു മൈനസ് ജി ഓഫ് ടി ഇൻറ്റു ഗാമ ഓഫ് ടി മൈനസ് എ എന്നുള്ള ടേമിന്റെ ഡെറിവേറ്റീവ് ആണ് നമുക്ക് എന്തായിട്ട് കിട്ടിയത്? 0 ആയിട്ട് കിട്ടിയത്. അപ്പൊ ഒരു പർട്ടിക്കുലർ ടേമിന്റെ ഡെറിവേറ്റീവ് 0 ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? That term is considered as a constant value. So we can consider e raised to minus g of t into gamma of t minus a is a constant function. Is a constant function. ഇതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെങ്കിൽ ഏത് ജിയുടെ വാല്യൂ ഇട്ട് കൊടുത്താലും നമുക്ക് ഒരേ വാല്യൂ തന്നെ കിട്ടും. സോ we will get 0. the ഫംഗ്ഷന്റെ വാല്യൂ 0യിലും 1ലും ഒക്കെ സെയിം ആയിരിക്കും. Therefore, since this is a constant function, the value of this function at 0 and 1 are same. Therefore, that is e raised to minus g of 0 into gamma of 0 minus a എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്തായിരിക്കും? e raised to minus g of 0 0 ആണല്ലോ. അപ്പൊ e raised to 0 is 1. ആ ടേം പോവും. that is gamma of 0 minus a. ഇതിന്റെ വാല്യൂ, ഇത് g ഓഫ് ഈ ഫംഗ്ഷനകത്ത് 0 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുത്തതാ. ഇത് തന്നെയായിരിക്കും എന്തിന്റെ വാല്യൂ? 1 ഇട്ട് കൊടുത്താലും ഉള്ള വാല്യൂ. കാരണം ഇതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. e raised to minus g of 1 into gamma of 1 minus a. Okay, so we can write this as e raised to, so we got that e raised to minus g of 1 into gamma of 1 minus a equals gamma of 0 minus a. So e raised to minus g of 1 equals gamma of 0 minus a divided by gamma of 1 minus a. So I am going to write this as 1 because ഗാമ എന്ന് പറയുന്നത് 0 തൊട്ട് 1 വരെയുള്ള ഒരു ക്ലോസ്ഡ് 0 to 1 വരെയുള്ള ഒരു ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവ് ആണ്. ഇത് ക്ലോസ്ഡ് ആണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും എന്തായിരിക്കും? അതായത് 0 തൊട്ട് 1 വരെയാണ് കർവിന്റെ വാല്യൂ വേരി ചെയ്യുക. അപ്പൊ ഗാമ ക്ലോസ്ഡ് ആണെങ്കിൽ അതിന്റെ അറ്റം രണ്ടും കൂട്ടിമുട്ടണം. അപ്പൊ ഗാമ ഓഫ് 0 എന്ന് പറയുന്നതും ഗാമ ഓഫ് 1 എന്ന് പറയുന്നതും സെയിം വാല്യൂ ആയിരിക്കും. therefore ഗാമ ഓഫ് 0 സെയിം ആണ്, ഗാമ ഓഫ് 1 സെയിം ആണ്. ഇത് രണ്ടും സെയിം ആണെങ്കിൽ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും സെയിം വാല്യൂ ആണ്. സോ ദിസ് വിൽ ബി ഈക്വൽസ് 1. സോ കാരണം എന്താണ്? സിൻസ് ഗാമ ഈസ് closed, which implies gamma of 0 equals gamma of 1. That means we got that. So നമുക്ക് എന്താ കിട്ടിയത്? e raised to, that is e raised to minus g of 1 equals 1 എന്നാണ് നമുക്ക് കിട്ടിയത്. സോ ഇവിടെ നിന്ന് നമുക്ക് എന്താ എഴുതാം? This implies ഇത് 1 ആണെങ്കിൽ 1 by e raised to g of 1 എന്ന് എടുത്താൽ ഡിനോമിനേറ്റർ 1 എന്ന് പറഞ്ഞാൽ 1 by 1 1 തന്നെ വരും. അപ്പോൾ മൈനസ് റെസിപ്രോക്കൽ എടുത്താലും നമുക്ക് 1 തന്നെ വരുള്ളൂ. സോ വി ക്യാൻ റൈറ്റ് e raised to g of 1 equals 1, which implies യുടെ ഒരു പവറിന്റെ വാല്യൂ 1 വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ആ പവർ 2πi, ഇന്റിജർ മൾട്ടിപ്പിൾ ഓഫ് 2πi ആയിരിക്കും.
അതായത് ഇയുടെ e raised to k equals 1 implies k equals some 2 pi some n into 2 pi I, integer multiple of 2 pi I ആയിരിക്കും. So therefore we will get g of 1 equals g of 1 is an integer multiple of 2 pi I. Therefore we can write g of 1 as some 2 pi I into k, integer multiple ആയിട്ട് എഴുതാം. Therefore we will get നമ്മുടെ ഇന്റഗ്രൽ, ആദ്യത്തെ ഇന്റഗ്രൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇന്റഗ്രൽ ഓവർ ഗാമ dz divided by z minus a equals 1 by 2 pi I into ഈ ഇന്റഗ്രലാണ് നമ്മൾ എന്തായിട്ട് എഴുതിയിരിക്കുന്നത്, g of 1 ആയിട്ട് എഴുതിയിരിക്കുന്നത്, into g of 1 and this equals 1 by 2 pi I into g of 1 എന്ന് പറഞ്ഞാൽ 2 pi I into k. 2 pi I will get cancelled and which is equal to k is an integer. K is an integer. Hence the proof of the theorem. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ഇന്റഗ്രൽ ഒരു ഇന്റിജർ വാല്യൂ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടിരുന്നത്. Now we have a definition. If gamma is a closed rectifiable curve, if gamma is a closed rectifiable curve in C, closed rectifiable curve in C means a complex, then for A does not belong to set gamma, അതായത് curveലെ points ഒന്നും അല്ല A, then we define n of gamma A equals 1 by 2 pi I integral over gamma dz divided by z minus a is called the index of gamma, is called the index of gamma with respect to the point A. With respect to the point A is called, with respect to the point A, okay, is called the index of gamma with respect to the point A. Gamma is a closed rectifiable curve in C, then for A does not belongs to gamma and gamma A equals 1 by 2 pi I integral over gamma dz divided by z minus a is called the index of gamma with respect to the point A. Sometimes we will call this index a numbers, that is n not a small letter n of gamma A is called the winding number of gamma, means winding number of gamma around A. Okay, ഇതാണ് നമ്മളിപ്പോൾ ഡിഫൈൻ. അപ്പോൾ എപ്പോഴും നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച തിയറം അനുസരിച്ച് ഈ n ഓഫ് ഗാമ എ എന്ന് പറയുന്ന ഈ ഇന്റഗ്രൽ, ദിസ് ഇസ് ആൻ ഇന്റീജർ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ദാറ്റ് മീൻസ് n ഓഫ് ഗാമ എ ഈസ് ഓൾവേസ് ആൻ ഇന്റീജർ, ഇത് ഏതെങ്കിലും ഒരു പോസിറ്റീവ് ഇന്റീജർ ആയിരിക്കും, ഇനി ശരിക്കും പറഞ്ഞാൽ ഒരു ഗാമ ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്പോസ് ദിസ് ഈസ് ഗാമ, പോയിന്റ് എ ഇവിടെയാണെങ്കിൽ ഈ എ എന്നുള്ള പോയിന്റിനെ ഈ കർവ് എത്ര പ്രാവശ്യം ചുറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഇത് ഗാമ ആയിട്ട് എടുക്കുവാണെങ്കിൽ എ എന്ന് പറയുന്നത് വൈൻഡിങ് നമ്പർ ഗാമ എ 1 ആയിരിക്കും. ഇനി ഈ ഗാമ ഇങ്ങനെ 2 പ്രാവശ്യം ഇങ്ങനെ ചുറ്റി വന്നിട്ടുണ്ടെങ്കിലോ, ഒരേ കർവ് 2 പ്രാവശ്യം കറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമ്പർ 2 ആയിരിക്കും. ഇനി അതേസമയം ഇവിടെയുള്ള ഒരു പോയിന്റ് ആണ് എ എങ്കിൽ ഈ ഗാമ എന്ന് പറയുന്നത് എനെ ചുറ്റിയിട്ടില്ല, വൈൻഡ് ചെയ്തിട്ടില്ല. For a point outside this gamma, we can say the winding number is 0. Okay, so this is about the winding number. Now we have some remarks. Now we have the remark.
if gamma from closed interval 0, 1 to C is a curve, then minus gamma or gamma inverse is the curve defined by minus gamma of t equals gamma of 1 minus t. So gamma from closed interval 0 to C എന്നുള്ള curve ആണെങ്കിൽ മൈനസ് ഗാമ അല്ലെങ്കിൽ ഗാമ ഇൻവേഴ്സ് എന്ന് പറയുന്ന curve എങ്ങനെയായിരിക്കും? മൈനസ് ഗാമ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഗാമ ഓഫ് 1 മൈനസ് ടി ആയിരിക്കും. ആൻഡ് if ഗാമ ഓഫ് ടി എന്ന് പറയുന്നത് ഇത് ഇപ്പൊ ഗാമ 0 to 1 ഗാമ ഓഫ് 0 ഗാമ ഓഫ് 1 ആണെങ്കിൽ ഇത് ഗാമ ഓഫ് ടി ആണെങ്കിൽ മൈനസ് ഗാമ അല്ല ഗാമ ഇൻവേഴ്സ് ഇത് ഇങ്ങോട്ടാണെങ്കിൽ തിരിച്ചായിരിക്കും എന്ത് തിരിച്ചുള്ള പോയിന്റ് ആയിരിക്കും മൈനസ് ഗാമ എന്ന് പറയുന്നത്. Now second remark, if gamma and sigma are curves defined on closed interval 0, 1 with gamma of 1 equals sigma of 0, then gamma plus sigma is the curve defined by gamma plus sigma of t equals gamma of 2t for 0 less than or equal to t less than or equal to 1 by 2, and here sigma of 2t minus 1, that is 1 by 2 less than or equal to t less than or equal to 1. അപ്പൊ ഇതിന് എന്തായാലും പ്രത്യേകത ഗാമയും സിഗ്മയും രണ്ട് കർവുകളാണ്. വേർ ഗാമ ഓഫ് 0 ഇത് ഗാമ ഓഫ് 1. ഈ ഗാമ ഓഫ് 1 എന്ന് പറയുന്ന പോയിന്റും സിഗ്മ ഓഫ് 0 എന്ന് പറയുന്ന പോയിന്റ് സെയിം ആയിരിക്കണം. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകും സിഗ്മ ഓഫ് 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയൊക്കെ സം ആയിട്ടുള്ള കർവിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഗാമ ഓഫ് 2t ഫോർ t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by 2, പിന്നെ 1 വരെ 1 by 2 തൊട്ട് 1 വരെ നമുക്ക് അവിടെ വരെ ഒരു സിഗ്മ ഓഫ് 2t മൈനസ് 1. സോ വിത്ത് നാളെ നമുക്ക് ഇതിനെ റിലേറ്റഡ് ആയിട്ട് ഒരു പ്രപ്പോസിഷനും കൂടെ നോക്കാം. ഈ ഡെഫിനേഷൻ ഓർത്തിരിക്കണം കേട്ടോ റിമാർക്ക്. സോ ദിസ് കൺക്ലൂഡ് ടുഡേസ് ക്ലാസ്. താങ്ക് യു.